Acoustics, the study of sound, or 6th class. Here we are നമ്മുടെ ഇവിടെ റെസൊണൻസ് കോളം എൻഡ് കറക്ഷൻ, ഈ രണ്ട് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. റെസൊണൻസ് കോളം എന്ന് പറഞ്ഞാൽ ഒരു എയർ കോളം എന്ന് വിചാരിച്ചാൽ മതി. അതെങ്ങനെയാണ് നമ്മളത് എയർ കോളം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ലോങ് യൂണിഫോം ട്യൂബ് എടുക്കുക. രണ്ട് അഗ്രവും തുറന്നതായിരിക്കണം. ട്യൂബ് എടുക്കുക, അതൊരു ബീക്കറിലെ വാട്ടറിൽ താഴ്ത്തി വയ്ക്കുക. ഫിഗറിൽ നമുക്ക് കാണാം. ഇതിനെയാണ് റെസൊണൻസ് കോളം എന്ന് പറയുന്നത്. ലോങ് യൂണിഫോം ട്യൂബ് ഓപ്പൺഡ് അറ്റ് ബോത്ത് എൻഡ്സ്, ഡിപ്ഡ് ഇൻ വാട്ടർ ഇൻ എ ബീക്കർ ഈസ് യൂസ്ഡ് ആസ് റെസൊണൻസ് കോളം, എ കോളം ഓഫ് എയർ. ഫിഗർ നോക്കുക. എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ്. നമ്മളൊരു ട്യൂണിംഗ് ഫോർക്ക്, നോൺ ഫ്രീക്വൻസി ഉള്ളൊരു ട്യൂണിംഗ് ഫോർക്ക് എടുക്കുക. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. എന്നിട്ട് എക്സൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സൗണ്ട് ചെയ്തിട്ട് ഈ എയർ കോളം ട്യൂബിൻ്റെ മേളിൽ പിടിക്കുക. എന്നിട്ട് കോളം ഓഫ് എയർ അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ട്യൂബ് ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക. അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ മാക്സിമം സൗണ്ട് കേൾക്കും. ഒരു പ്രത്യേക ലെങ്തിന് എയർ കോളത്തിന് നമുക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളത്തിന് മേളിലുള്ള അത്രയും ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം മാക്സിമം സൗണ്ട് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ മെഷർ ചെയ്യുക. L1 ആണെന്നിരിക്കട്ടെ. അത് ഈ ഇതിൽ L1 എന്ന് പറയുന്നത് ഒരു നോഡ് മുതൽ ഒരു ആൻറ്റി നോഡ് മുതൽ വരെയുള്ള ലെങ്താണ് നമുക്ക് കിട്ടുന്നത് എയർ കോളം. ആൻറ്റി നോഡ് എന്ന് പറയുന്നത് ട്യൂബിനേക്കാൾ അല്പം ഉയർന്നാണ് കാണുക. അതിന് എൻഡ് കറക്ഷൻ എന്ന് പറയും. അത് അപ്രോക്സിമേറ്റ്ലി 0.3 × D. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി കോളം, ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. അപ്പോൾ നമുക്കറിയാം L1 എന്ന് പറയുന്നത് നോഡിൽ നിന്നും ആൻറ്റി നോഡ് വരെയുള്ള ദൂരം λ/4 ആണ്. അപ്പോൾ L1 + E = λ/4. L1 + E = λ/4. നമുക്കറിയാം C = Nλ. C = Nλ. നമുക്ക് L1 + E λ/4 ആണെങ്കിൽ λ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. 4 × L1 + E = λ. ലാംഡ കിട്ടിയാൽ നമുക്ക് ഫ്രീക്വൻസി N നമുക്കറിയാം, ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയിലാണ് എയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം C = ഫ്രീക്വൻസി × λ വേവ് ലെങ്ത്. അപ്പം നമുക്ക് വെലോസിറ്റി കാണാം. വെലോസിറ്റി C = Nλ. എന്നത് ഫ്രീക്വൻസി ഓഫ് ദി എയർ കോളം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദി ട്യൂണിംഗ് ഫോർക്ക് ഇൻറ്റു വേവ് ലെങ്ത്. വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 4 × L1 + E. എന്ന് പറയുന്ന 0.3 D. ഇനി നമുക്ക് എക്സ്പെരിമെൻ്റ് ആവർത്തിക്കാം. എയർ കോളം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, കുറച്ചുകൂടി റേസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പൊസിഷനിൽ മാക്സിമം സൗണ്ട് കിട്ടും. ആ എയർ കോളം വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് L2 ആണ്. L2 + E. L2 + E എന്ന് പറയുന്നത് എന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ, ഒരു നോഡ് മുതൽ അടുത്ത രണ്ടാമത്തെ ആൻറ്റി നോഡ് വരെയുള്ള ദൂരമാണ് L2 + E എന്ന് പറയുന്ന 0.3 D. L2 + E = എത്ര കിട്ടും? നമുക്കറിയാമല്ലോ, നോഡ് മുതൽ നോഡ് വരെ λ/2, പിന്നെ നോഡ് മുതൽ ആൻറ്റി നോഡ് വരെ λ/4. അപ്പോൾ λ/2 + λ/4 = 3λ/4. നമുക്കറിയാം λ/2 എന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2λ/2 × 2. അപ്പം 2λ/4 2λ/4 + λ/4 3λ/4. അപ്പോൾ L2 + E = 3λ/4 എന്ന് കിട്ടുന്നു. ഇനി L1 + നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നോക്കണം എൻഡ് കറക്ഷൻ. അപ്പോൾ എൻഡ് കറക്ഷൻ വന്നില്ല നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഫോമുലയായിട്ട്
കാൽക്കുലേഷൻ ഡി എ കാൽക്കുലേറ്റ് ചെയ്ത് 0.3 ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരികയില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മളെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക, എൻഡ് കറക്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. നമുക്കറിയാം L1 പ്ലസ് E ഈസ് ഈക്വൽ ടു λ/4, L2 പ്ലസ് E ഈസ് ഈക്വൽ ടു 3 λ/4. അപ്പോൾ L2 പ്ലസ് E മൈനസ് L1 പ്ലസ് E. അപ്പോൾ എന്ത് സംഭവിക്കും, E ക്യാൻസലായി പോയിക്കോളും. L2 മൈനസ് L1 എന്ന് വരും. ഈസ് ഈക്വൽ ടു 3 λ മൈനസ് 3 λ/4 മൈനസ് λ/4. എത്ര കിട്ടും? λ/2. 3 λ മൈനസ് λ/4 എന്ന് കിട്ടും അത് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ എത്ര? 3 λ മൈനസ് λ എന്ന് പറയുന്നത് 2 λ. 2 λ/4 എന്ന് പറയുന്നത് λ/2. L2 മൈനസ് L1 ഈസ് ഈക്വൽ ടു λ/2 ഓർ λ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L2 മൈനസ് L1. λ നമുക്ക് കിട്ടി. ഇനിയും C ഈസ് ഈക്വൽ ടു N λ. നമുക്കറിയാം N എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി ഫോർക്ക്, λ എന്ന് പറയുന്നത് 2 ഇൻറ്റു L2 മൈനസ് L1. Then C is equal to N lambda, where N is the frequency of the fork. Using the formula, C is equal to N into 2 into L2 minus L1. C is equal to 2N into L2 minus L1. നമുക്ക് 2 L1 നമുക്ക് അളന്ന് കിട്ടും, N നമുക്കറിയാം, C കണ്ടുപിടിക്കാം. The velocity of sound in air at room temperature T degree Kelvin is calculated. The velocity of sound at T0 can be calculated using the equation. നമുക്ക് C is equal to 2N into L2 minus L1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് T ഡിഗ്രി കെൽവിനിലാണ്. നമുക്കിനി C0 കാണണം. T എന്ന് വെച്ചാൽ 0 ഡിഗ്രി കെൽവിൻ അല്ല, 273 ഡിഗ്രി കെൽവിനിലെ കാണണം. അതിനെന്താ ചെയ്യുക? C0 is equal to C into T0/T the whole raised to half. നമ്മൾ ആ ഫോർമുല നേരത്തെ പഠിച്ചിട്ടുണ്ട്. C0/C is equal to T0/T the whole raised to half. അപ്പോൾ C0 is equal to cross multiplication. C0 is equal to C into T0/T the whole raised to half, or root of T0/T the whole root of T0/T. അപ്പോൾ C0 കാണാം. T0 കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ടെമ്പറേച്ചറിൽ നമുക്ക് വെലോസിറ്റി കാണണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കാണാനായിട്ട് ആ സെയിം ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇനി ടു ഫൈൻഡ് ദി ഫ്രീക്വൻസി ഓഫ് എ ഗിവൺ ഒരു ഫോർക്കിൻ്റെ ഫ്രീക്വൻസി നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് എക്സ്പെരിമെൻ്റ് വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ L2 L1 കാണണം. നമുക്കറിയാം C is equal to N lambda. C is equal to N lambda എന്ന് വരുമ്പം N is equal to C by lambda, cross multiplication. N is equal to C by lambda. Lambda എത്രയാണ്? 2 into L2 minus L1. Then N is equal to C by 2 into L2 minus L1. ഇനി ടു ഫൈൻഡ് ദി എൻഡ് കറക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ളത്. ദി സെയിം എക്സ്പെരിമെൻറ്റ് ഈസ് ഡൺ ആസ് ബിഫോർ. L1 and L2 are found. L1 plus E is equal to lambda/4 multiplying by 3. അപ്പോൾ എന്ത് കിട്ടും? 3L1 plus 3E is equal to 3 λ/4. And L2 plus E is equal to 3 λ/4. Then 3L1 plus 3E is equal to L2 plus E. That is equal to 3E minus E is equal to L2 minus 3L1. That is 2E is equal to L2 minus 3L1. 3E minus E എന്ന് പറയുന്നത് 2E. L2 minus 3L1. 2E is equal to L2 minus 3L1. Then E is equal to L2 minus 3L1 divided by 2. ഇതിൽ നിന്ന് L2 L1 അറിയാൻ നമുക്ക് എക്സ്പെരിമെൻ്റ് അളക്കാമത്. അപ്പോൾ E കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഈ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.3 into D, where D is the internal diameter of the tube. Thank you.